എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യാൻ പോണതും. അത് കാരണം എന്തൊക്കെ വേണ്ടി വന്നു എന്നതുള്ളതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വളരെ കുറവ് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതാ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു കുഞ്ഞു റോംബർ കേട്ടോ. അപ്പോൾ അതാ അനിയത്തിയും അമ്മയും മോളും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ബാഗ് പാക്കിങ് നടത്തിയത് കേട്ടോ. അപ്പോൾ അമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ബാഗ് പാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഗിലേക്ക് എടുത്ത് വയ്ക്കാൻ ഒരു മടിയായിരുന്നു. അപ്പോൾ കൈവേദന കാരണം അമ്മേനെ എനിക്ക് പെട്ടെന്ന് വിളിക്കേണ്ടി വന്നു. 9 മാസമായി കേട്ടോ എനിക്ക്. പക്ഷേ എനിക്ക് ആ 9 മാസമായി കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മേനെ വിളിക്കുന്നത്, എൻ്റെ കൈ വേദനിച്ചിട്ട്. അല്ലെങ്കിൽ അമ്മ ഡെലിവറി ടൈമിൽ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. കൈയിന് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മെറ്റേണിറ്റി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ മെറ്റേണിറ്റി പാൻറ്റീസും മെറ്റേണിറ്റി പാഡും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം തോന്നിയ സാധനം മെറ്റേണിറ്റി പാൻറ്റീസാണ്. പാഡ് എനിക്ക് ഉപകാരമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം മെറ്റേണിറ്റി പാൻറ്റീസ് എനിക്ക് ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ കൊണ്ടുപോയ സാധനം നമുക്ക് പാക്കറ്റ് പോലും പൊട്ടിക്കേണ്ടി വന്നില്ല. മെറ്റേണിറ്റി പാഡ് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അത് പൊട്ടിച്ച് നോക്കിയത്. ഭയങ്കര വലിപ്പമായിരുന്നു. അത് കാരണം എനിക്ക് അധികം അത് യൂസബിളായിട്ടും തോന്നിയില്ല. മെറ്റേണിറ്റി പാൻറ്റീസ് നല്ല യൂസബിളാണ് കേട്ടോ. എല്ലാവരും അത് വാങ്ങിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി പാൻറ്റീസ് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. സുഖമാണ് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പീരിയഡ്സ് ഉള്ള ആൾക്കാർക്കും അത് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പീരിയഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ ഈ അണ്ടർവെയർ എനിക്ക് അനിയത്തി വരുമ്പോൾ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയും ഇതൊക്കെ വന്നു. പക്ഷേ അതെനിക്ക് യൂസ് ചെയ്തപ്പോൾ സത്യം പറയാമല്ലോ ഇനിയും വാങ്ങിക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ട്. ഇത് ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അവരിങ്ങനെ ചോദിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനത്തെ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണതാണ് കേട്ടോ. ഇത് കളിയാക്കാനോ ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ നല്ല അടിപൊളി പാൻറ്റീസാണ് കേട്ടോ. ഇത് നമുക്ക് സെഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മുടെ എലാസ്റ്റിക് വന്ന് കിടക്കില്ലേ, അത് നമ്മുടെ വയറിൻ്റെ മുകളിലാണ് എലാസ്റ്റിക് വന്ന് കിടക്കുക. നല്ല സുഖം, നല്ല കംഫർട്ടാണ് കേട്ടോ ഈ അണ്ടർവെയർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ അണ്ടർവെയർ യൂസ് ചെയ്യാൻ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ, ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മെറ്റേണിറ്റി ബ്രാകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഉപകാരമാണ്. അത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതേപോലെ കുറേ ഡ്രസ്സുകൾ ഞാൻ മെറ്റേണിറ്റി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ നല്ല കോട്ടൻ്റെ മെറ്റേണിറ്റി വെയറാണ്. അത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അത് നല്ല ലൂസുള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ. എനിക്ക് വയറുള്ളപ്പോഴും ഇടാൻ വേണ്ടിയിട്ടും ഡെലിവറി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അതേപോലെയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ ഇതും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. അപ്പോൾ ഇതും നിങ്ങൾ വാങ്ങിച്ചോളൂ. ഹോസ്പിറ്റലിൽ അധികം യൂസേജ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കധികം യൂസബിളൊന്നും വന്നില്ല കേട്ടോ. ഇത് ഞാനധികം ഒന്നും ഇട്ടൊന്നുമില്ല. പിന്നെ ഇതൊരു ഓപ്പൺ മാക്സിയാണ്. ഇത് എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ആവശ്യം വന്നതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പം ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മടക്കി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ തന്നെ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോസിലൊക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ കണ്ടുവരും. ഒരാഗ്രഹം കൊണ്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. പക്ഷേ സംഭവം ഉണ്ടല്ലോ അതെനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം പെയിൻ കാരണം ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എത്തിയാൽ മതി എന്നായിരുന്നു. നമ്മൾക്ക് 3 ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് പിന്നെ ഡ്രസ്സ് അവിടുന്ന് നമ്മൾ ഇടുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് ഇടുന്ന ബെഡിൽ തന്നെയാണ്. പിന്നെ നമുക്ക് 2ാമത്തെ ഡേ ആണ് നമ്മൾ ആ ബെഡിൽ നിന്ന് എണീക്കുന്ന ഒരു ദിവസം. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ അന്ന് നമ്മൾ കുളിക്കില്ല കേട്ടോ. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഡ്രസ്സാണ് ഇടുക. പിന്നെ 3ാമത്തെ ദിവസം നമ്മൾ പോരുമ്പോൾ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അത് ഞാൻ സാധാ മെറ്റേണിറ്റി വേറെ തന്നെയാണ് ഇട്ടത്. നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് വരാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല കേട്ടോ ഞാൻ. എല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സോപ്പ്, അതുപോലെ പാത്രം മോറുന്ന സോപ്പ്, കുറച്ച് പാത്രം ഊണയ്ക്കാനുള്ള പാത്രം, സ്പൂൺസ്, പിന്നെ ബേബിക്കുള്ള കുട്ടി ഉടുപ്പുകൾ, ടർക്കി, പിന്നെ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞുവാവയ്ക്കുള്ള റോംബർ, സെറ്റർ, പിന്നെ കാലിലിടുന്ന ഗ്ലൗസ്, കയ്യിലിടുന്ന ഗ്ലൗസ്, തലയിടുന്ന ക്യാപ്പ്, ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അല്ലാണ്ട് കുഞ്ഞുവാവയ്ക്കുള്ള സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. പിന്നെ
പിന്നെ നമുക്കുള്ളത് മെറ്റേണിറ്റി വെയേഴ്സും ഇന്നേഴ്സും അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യം വന്നിട്ടുള്ളൂ. ടർക്കി എന്തായാലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. അതുപോലെ മുടി കെട്ടാനുള്ള ക്രാബും കൂടി എടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടോ. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കെടുക്കാനുള്ള പായയോ അല്ലെങ്കിൽ തലോണയോ അതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഒന്നും നമുക്കധികം ആവശ്യം വന്നിട്ടില്ല. പിന്നെ കുഞ്ഞുവാവയ്ക്കുള്ള ഡൈപ്പർ അതൊക്കെയാണ് കേട്ടോ ആവശ്യം വന്നത്. പിന്നെ 3 ദിവസം നമുക്ക് കിടക്കേണ്ടി വന്നുള്ളൂ എന്ന് വെച്ചിട്ട് നമുക്ക് അധികം എടുക്കേണ്ടി വന്നിട്ടില്ല. കൂടുതൽ ദിവസം കിടക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സും പിന്നെ അതുപോലുള്ള സാധനങ്ങളൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് ആവശ്യം വന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ ഈ കുട്ടിയുടുപ്പുകളൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 ഡേയ്സിൽ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡൈപ്പറാണ് കൂടുതലായിട്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് ഇടാണ്ട് തിരിച്ചു വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.